ഒരു മന്ത്ര പാരമ്പര്യം അല്ലെങ്കിൽ താന്ത്രിക പാരമ്പര്യം എന്നൊക്കെ പറയും. മലബാര സമ്പ്രദായത്തിൻ്റെ ഇറ്റില്ലമായിട്ടുള്ള കല്ലടിക്കോട് മലബാരം. ഒരു ഭാഗത്ത് പാഞ്ഞാള്, യാഗഭൂമിയായിട്ടുള്ള പാഞ്ഞാളും മറ്റും. ഇപ്പുറത്ത് കൂടല്ലൂർ കളരി പോലെ പഴയ കാലത്ത് നമ്മൾ ഭാരതത്തിൻ്റെ വിശ്വവിദ്യാലയം നളന്ദ എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ വലിയ പാഠശാലകളിലൊന്നായിരുന്ന കൂടല്ലൂർ കളരി, അത് കഴിഞ്ഞ് പട്ടാമ്പിയിലുള്ള വിദ്യാകേന്ദ്രം. കലകളെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളിനേഴി പോലുള്ള കഥകളിയുടെയും മറ്റ് മേളത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ. പറയിവറ്റ പന്തിരുകുലത്തിൻ്റെ എല്ലാ മക്കളും അവരുടെ കുലങ്ങളെ വളർത്തിയെടുത്ത മണ്ണ്. ഇത് ഭാരതപ്പുഴ സമുദ്രത്തിന് ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള തിരുനാവായ, അത് ഇതുപോലെ ത്രിമൂർത്തി മലയിൽ നിന്ന് തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ ത്രിമൂർത്തി സംഗമമാണ്. അത് ഭാരതത്തിൽ പുഷ്കര തീർത്ഥത്തിനടുത്തുള്ള ബ്രഹ്മക്ഷേത്രം കഴിഞ്ഞാൽ പിന്നീടുള്ള ബ്രഹ്മക്ഷേത്രമുള്ള സ്ഥലം. ബ്രഹ്മാവും വിഷ്ണു സ്വരൂപമായിട്ടുള്ള നാവാമുകുന്ദനും ശിവനും ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളിൽ, അത് ഒരു മഹാമേരുവിൻ്റെ മുകൾ ഭാഗമായിട്ട് നദിയുടെ മധ്യത്തിൽ രാജരാജേശ്വരിയായിട്ട് വിരാജിക്കുന്ന ഭൂമി. ആ തിരുനാവായയിലാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള വൈദിക സംസ്കൃതി. ഭാരതത്തിൽ അത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്, യുനെസ്കോൻ്റെ അംഗീകാരമൊക്കെ നേടിയിട്ടുള്ള ഒന്നാണ്. ആ വൈദിക സംസ്കൃതി ഇന്നിപ്പോൾ ബ്രഹ്മസമ്മടം പോലുള്ള സ്ഥാപനങ്ങളാണ് അതിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സ്ഥാപനമൊക്കെ വരുന്നതിന് മുമ്പേ തിരുനാവായ യോഗം എന്നുള്ള പേരിൽ നിരന്തരമായിട്ടുള്ള വേദപാഠങ്ങൾ നടന്നിരുന്ന സ്ഥലം. അപ്പം അങ്ങനെ എല്ലാ സംസ്കൃതിയും പല 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 ധാരകളായി ഒഴുകുന്ന എല്ലാ അറിവിൻ്റെ മേഖലകളും എല്ലാം കൂടിച്ചേർന്ന ഒരു ഭൂമിയാണ് പഴയ വള്ളുവനാട് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ നദീതടം എന്ന് പറയുന്നത്.